രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലത്തെ സമയം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 5:30 ആയിട്ടോ. അപ്പോൾ 5 മണിയപ്പോൾ എഴുന്നേറ്റായിരുന്നു. ആദ്യം തന്നെ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടോ, കാരണം ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ ഈ അന്തം വിട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, സത്യത്തിൽ കിളി പോയിരിക്കുക തന്നെയാണ്. ഇനി മുന്നോട്ടുള്ളൊരു ഓട്ടത്തിൻ്റെ ഒരു കിളിപോക്കാണിത്. ഫുള്ള് കാര്യങ്ങൾ ആലോചിച്ചെടുക്കുക. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇവിടെ മക്കൾക്ക് വണ്ടി നേരത്തെ വരും, അതായത് എന്നും പോകുന്നതിനേക്കാൾ 1 മണിക്കൂർ മുമ്പേ. ഇന്ന് നമ്മളുടെ മക്കൾ ഒരു 9:15 പോയെങ്കിൽ ഇന്ന് നമ്മൾ 8:15 വണ്ടി വരും കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങളവിടെ നേരത്തെ തന്നെയല്ലേ വണ്ടി വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചായ കുടിക്കുന്നവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതിന് ശേഷം ചോറിന് വെള്ളം വെച്ചു, കുടിവെള്ളത്തിന് വെള്ളം വെച്ചു, കറി ഉണ്ടാക്കാനുള്ള പരിപ്പും കുക്കറിൽ വെച്ചു. പിന്നെ നമ്മളുടെ വർക്കിംഗ് കിച്ചണിലേക്ക് വന്നിട്ടു. അപ്പോൾ പച്ചക്കറി ഉള്ളതൊന്നും തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു. അരിഞ്ഞ് വെക്കാൻ മാത്രമുള്ള പച്ചക്കറികളൊന്നുമില്ല. അപ്പോൾ രാവിലെ തന്നെ കൈയോടെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് സാമ്പാറും അവിയലും കൂടിയിട്ട് ഉണ്ടാക്കുന്നത്. അവിയൽ കഴിക്കാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചുവിനോട് ചോദിച്ചപ്പോൾ അവന് വേണം സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിയലിനുള്ളത് ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ളത് അങ്ങോട്ട് സാമ്പാറിലിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയില്ലേ. അങ്ങനെ അവിയലിനുള്ളത് നമ്മൾ ക്യാരറ്റ്, പച്ചക്കായ, ചേന, കുമ്പളം, പിന്നെ എന്താ മുരിങ്ങക്കായ, പയർ, ഇത്രയും അവിയലിനുള്ളത് കട്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ളതൊക്കെ സാമ്പാറിന് വെച്ചു കേട്ടോ. സാമ്പാറിന് പിന്നെ കിഴങ്ങും തക്കാളിയും സവാളയും കൂടെ വെച്ചു. അങ്ങനെ അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി അതിലൂടെ എന്താ പറയുക, കുറഞ്ഞ തീയിൽ കിടന്ന് വേവട്ടെ. അങ്ങനെ സാമ്പാറിൻ്റെ പരിപ്പും വെന്തു. ചോറിൽ ഞാൻ അരിയും കഴുകിയിട്ടു കേട്ടോ, വെള്ളത്തിൽ അരിയും കഴുകിയിട്ടു. പിന്നെ നമ്മുടെ സാമ്പാറിലേക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായംപൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ട് പുളിങ്ങ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. ഇനി വെണ്ടയ്ക്ക നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, 1 വിസിലോ 2 വിസിലൊക്കെ അടിച്ചതിന് ശേഷം വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിൽ ഇട്ട് വാട്ടിയതിന് ശേഷം അതിൽ ചേർക്കുകയും ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഒരു ഓർമ്മ വന്നത്, മക്കൾക്ക് ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമാണല്ലോ. അപ്പോൾ അതിന് പോസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ കിച്ചു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി. തലേ ദിവസം അവന് കുറച്ച് തലവേദനയും കാര്യമപ്പോൾ അവൻ നേരത്തെ കിടന്നു. അപ്പോൾ അതിനുള്ള മാർജിനും വരച്ച് പിക്ചറും വരച്ച് കൊടുത്തിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അവന് ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തിട്ട് അവനത് TV-യിൽ പിക്ചർ നോക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ച് നമ്മുടെ അരപ്പ് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി ചെറിയ ജീരകം കൂടെ മിക്സിയിൽ അരച്ച് അത് ചേർത്ത്. അപ്പോൾ പുളി എനിക്ക് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പുളി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു, ഉപ്പ് ഇട്ടു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ടിട്ട് നമ്മുടെ അവിയൽ റെഡിയായി. പെട്ടെന്ന് തന്നെ സാമ്പാറിന് തേങ്ങയൊക്കെ വറുത്ത് സാമ്പാറും ചേർത്ത് പുട്ടുണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇനി മക്കളെ വിളിച്ചു കൊടുത്തിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.